എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾക്കായി കരുതുന്നു. കർത്താവ് നിങ്ങൾക്കായി പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവൻ ഉപേക്ഷിക്കുകയില്ല. നാം അവനെ ഉപേക്ഷിക്കാതിരുന്നാൽ മതി. വിശേഷാൽ ജീവിതത്തിൽ രോഗങ്ങളും വിവിധ മനക്ലേശങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചു പറയുന്നു, എത്ര താണുപോയാലും ഒരു നിലവിളിയുടെ മുൻപിൽ കൈപിടിച്ചുയർത്തുന്ന യേശു ജീവിക്കുന്നു. ഇന്നത്തെ വചനത്തിന് വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം വായിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഗെത്സമനയിലെ അതിശക്തവും വേദനാജനകവുമായ പ്രാർത്ഥനയുടെ ഇടയിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഉറക്കം തൂങ്ങിപ്പോയി. ഇത് വായിക്കുമ്പോൾ താങ്കൾ പ്രാർത്ഥനാ സമയത്ത് ഉറക്കം തൂങ്ങാറുണ്ടോ? ഞാൻ ഉറക്കം തൂങ്ങാറുണ്ട്. എന്നാൽ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നില്ല. മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം ചോദിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കേട് പോക്കും. ഇവിടെ യേശു കർത്താവ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പ്രയറാണിത്. അതൊരു തോട്ടത്തിലാണ്. അവിടേക്ക് ശിഷ്യന്മാരെ എല്ലാവരെയും കൊണ്ടുപോയില്ല. കുറെ പേരെ വാതുക്കൽ കയറിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഒരു തോട്ടം. പിന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ 3 പേരെ കൊണ്ടുപോയി. കർത്താവ് അതിവേദനയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ആ പെയിൻഫുൾ പ്രയറിൻ്റെ ഇടയിൽ കർത്താവ് തിരിച്ചു വന്നു. അതായത് 12 പേരിൽ അല്ലെങ്കിൽ 11 പേരിൽ 8 പേരെ തോട്ടത്തിൻ്റെ വാതിക്കൽ ഇരുത്തുന്നു. 3 പേരെയും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ആ 3 പേരെ അവിടെ നിർത്തിയിട്ട് യേശു ഒറ്റയ്ക്ക് ഇച്ചിരൂടെ മുമ്പോട്ട് പോയി മുട്ടുകുത്തി കവന്ന് വീണ് പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ കാഠിന്യമേറിയ നിമിഷങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം അത് ഒത്തിരി നേരം തുടരാൻ പറ്റത്തില്ല. കർത്താവ് എഴുന്നേറ്റു, ഇവരെ നോക്കി. എന്താ കാര്യം എന്നറിയാമോ? പിശാചിൻ്റെ വലിയ വെല്ലുവിളിയുടെ സമയമാണിത്. തൻ്റെ ശിഷ്യന്മാർ തകർന്നു പോകരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട്. കർത്താവ് നോക്കുമ്പോൾ ഇവർ 3 പേരും ഉറങ്ങിപ്പോയി. വളരെ ഗൗരവമേറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഉറങ്ങിപ്പോവുക. എൻ്റെ കർത്താവേ, പത്രോസിനെയും മറ്റും തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളെയും തട്ടി എഴുന്നേൽപ്പിക്കണേ. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ വായിച്ചത്, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചതിൻ്റെ തുടർച്ച. എൻ്റെ കണ്ണ് എപ്പോഴും ദൈവത്തെങ്കിലേക്കാകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ കാലുകളെ പിശാചിൻ്റെ
കെണിയിൽ നിന്ന് വിടുവിക്കും. അപ്പോ ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ആ അന്തരീക്ഷത്തിൽ പോലും സാത്താൻ പ്രവേശിച്ച് പ്രാർത്ഥനയെ ഡിസ്റ്റർബ് ചെയ്തു എങ്കിൽ എവിടെയും എപ്പോഴും അത് സംഭവിക്കാം, അല്ലേ? അപ്പോ കർത്താവ് തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. നീ എത്ര മികച്ച പാസ്റ്ററാണെങ്കിലും സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിൽ നമുക്കും കുറെ കൂടെ ഉണർന്ന് പ്രാർത്ഥിക്കാം, പിശാചിന്റെ മേൽ ജയമെടുക്കാം. ഗോഡ് ബ്ലെസ് യു.